നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥി ശ്രീമതി ബീന കണ്ണൻ. തീർച്ചയായും കേരളീയ ജീവിതത്തിൽ അധുനാതനമായ നിരവധി മാനങ്ങൾ ബീന കണ്ണൻ്റെ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പാരമ്പര്യത്തിൻ്റെ ശക്തി, ആധുനികതയുടെ സ്വപ്നവേഗത, രണ്ടും സമം ചേർന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമസ്ഥ. പാരമ്പര്യം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ, ആധുനികതയുടെ ആവശ്യം മനസ്സിലാക്കി വിജയകരമായി നിർവഹിക്കുന്ന ബിസിനസ് വനിത. അവരുടെ വാക്കുകളിലൂടെ കേരളത്തിൻ്റെ, ഇന്ത്യയുടെ, ലോകത്തിൻ്റെ പുതിയ ചക്രവാളത്തിലേക്ക് ഉന്മുഖമായിരിക്കുന്ന സ്ത്രീത്വത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം. നമസ്കാരം. നമസ്കാരം ബീന മാഡം. സർ, ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ചു വന്നതിന് പ്രത്യേകിച്ച് നന്ദി. ഒരു ബിസിനസ് വനിത എന്ന നിലയിൽ മാത്രമല്ല ഈ അഭിമുഖത്തിൽ ഞങ്ങളുടെ അതിഥി എന്ന നിലയിൽ എത്തിയതിൽ ഞങ്ങൾക്ക് സന്തോഷം. ആധുനിക സ്ത്രീത്വത്തിൻ്റെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും സന്തുലിതപ്പെടുത്തുന്നതിൽ, ബാലൻസ് ചെയ്യുന്നതിൽ വിജയകരമായി മുന്നേറുന്ന ഒരു വ്യക്തി എന്ന നിലയിലുള്ള സന്തോഷമാണ്. ജീവിത വീക്ഷണം, ഫിലോസഫി ഓഫ് ലൈഫ് എന്താണ് ചുരുക്കി പറഞ്ഞാൽ? ബി ഹാപ്പി, ലെറ്റ് എവറിബഡി ബി ഹാപ്പി, ലെറ്റ് ദ വേൾഡ് ബി അറ്റ് പീസ്, ലെറ്റ് എവറിബഡി ബി അറ്റ് പീസ്, ആൻഡ് ലെറ്റ് യു ബി ഡൂയിങ് വാട്ട് എവർ യു ക്യാൻ ടുവേർഡ്സ് ദ ബെറ്റർമെൻറ്റ് ഓഫ് ഹ്യൂമാനിറ്റി, ആൻഡ് where I can square down to making every single girl looking beautiful. That's my portfolio where it falls, but philosophically it's otherwise. സന്തോഷിക്കുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, ലോകം മൊത്തം ഒരു സമാധാനമായി മാറ്റുക, നമ്മളും അതോടൊപ്പം സമാധാന ചിത്തരാവുക, ഓരോ വനിതയെയും കഴിയുന്നത്ര സുന്ദരിയാക്കുക. തൻ്റെ ജീവിതത്തിൻ്റെ ദർശനം ബീന മാഡം പറഞ്ഞു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ സ്വന്തം കുടുംബം, അവിടെ നിന്ന് കിട്ടിയ പാരമ്പര്യത്തിൻ്റെതായ ശക്തി എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും ഒരു 70 വർഷം ഒരു എക്സ്പീരിയൻസ്, 70 വർഷം എൻ്റെ അച്ഛൻ ബിസിനസ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് അതേപടി എന്നിലേക്ക് പകർന്നു തരിക ചെയ്തത്. സോ അങ്ങനെ ഒരു പാനപാത്രം കിട്ടിയത് കൊണ്ട് അതിൽ ചവിട്ടി എനിക്ക് മുന്നേറാൻ വളരെയധികം സഹായിച്ചു. പലപ്പോഴും അച്ഛനുമായി വാഗ്വാദങ്ങളും തർക്കങ്ങളും വളരെ സ്ഥായിയായിരുന്നു, സ്ഥിരം. ഒരു 4-5 വർഷം മുമ്പ് അതിന് ഞാനൊരു മൊത്തം വിരാമമിട്ടു. എന്തെന്നാൽ അമ്മയും ഒക്കെ വയസ്സായൊരു സമയം വീട്ടിൽ അച്ഛനുമായിട്ടുള്ള എൻ്റെ ഒരു സ്വരച്ചേർച്ച പലപ്പോഴും ഒരു സ്വരവ്യത്യാസം പലപ്പോഴും കുടുംബത്തിന് തന്നെ ഒരു ഉലച്ചിൽ സംഭവിക്കുന്നു എന്നുള്ളൊരു തോന്നൽ. കാര്യമായൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ, ലൈക്ക് എല്ലാം ബിസിനസ്സിനെ സംബന്ധിച്ച് മാത്രം, വേറെ ഒരു പ്രശ്നവും ഇല്ല. ഒക്കെ ബിസിനസ് അതിൻ്റെ ഓരോരോ ചെറിയ പടികൾ മുന്നേറുന്നതിലുള്ള അന്യോന്യമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഞങ്ങളെ പലപ്പോഴും വാഗ്വാദങ്ങളിൽ എത്തിച്ചിരുന്നത്. തീർച്ചയായും എത്രത്തോളം വിദ്യാഭ്യാസകാലം, കുട്ടിക്കാലം തൻ്റെ വ്യക്തിത്വം രൂപപ്പെടുന്നതിൽ സഹായകമായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്? ചെറുപ്പം വളരെയധികം സന്തോഷത്തോടുകൂടിയും വളരെ അതിനെ പൂർണ്ണമായും അനുഭവിച്ച് ആസ്വദിച്ച് അറിഞ്ഞിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ തലമുറ മിക്കവാറും കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ നിന്നിരുന്നു കൊണ്ട് ഇൻ്റർനെറ്റ് വഴി ലോകം മുഴുവൻ അവർ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതിലും വളരെയധികം കൂടുതലായി. ഞങ്ങൾ കളിച്ചിരുന്നത് കളിയും ക്ഷേത്ര ദർശനങ്ങൾ, എന്നും കളികൾ, വൈകുന്നേരം ഓടിക്കളി, ബാഡ്മിൻ്റൺ കളി, ഇങ്ങനെ അതേപോലെ തന്നെ യാത്രകൾ. ഇപ്പോൾ എല്ലാം ഫ്ലൈറ്റും അത്യാധുനിക ലോകമാണ്. സോ എല്ലാം ആധുനികവൽക്കപ്പെട്ടിരിക്കുന്നു. സോ എല്ലാവരും ഫ്ലൈറ്റിൽ കയറുന്നു, പോകുന്നു, വരുന്നു, ഇൻ്റർനാഷണൽ ട്രാവൽ ഒക്കെ. പക്ഷേ ഞങ്ങൾ AC ഇല്ലാത്ത വെറും ഒരു അംബാസഡർ കാറിൽ കയറി ഉള്ള യാത്രകൾ, അത് ബോംബെ വരെയും പോയി കാണാം. ലോക്കലുള്ള മലമ്പുഴ തുടങ്ങിയ എല്ലാ ഡാമുകളും സന്ദർശിച്ച് കാണാം. എല്ലാ മൈസൂർ വൃന്ദാവൻ ഗാർഡൻ തുടങ്ങിയ എല്ലാ ഗാർഡനുകളും സന്ദർശിച്ച് കാണാം. സോ അങ്ങനെയായിരുന്നു എൻ്റെ കുടുംബം എന്നെ വളർത്തിയിരുന്നത്. തീർച്ചയായും 100 കൊല്ലം പിന്നിട്ടു സീമാട്ടി സ്ഥാപിച്ചിട്ട്. മുത്തച്ഛൻ എസ് വീരയ്യ റെഡ്ഡിയാറായിരുന്നു സ്ഥാപകൻ.
പിന്നീട് വന്ധ്യ പിതാവ് ശ്രീ വി തിരുവെങ്കിടം ചുമതല ഏറ്റെടുത്തു. തുടർന്ന് 1982 ബീന കണ്ണനിലേക്ക് കൊച്ചിയുടെ ചുമതല വന്നു. കൊച്ചിയുടേത് മാത്രമല്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മൊത്തത്തിൽ ശീമാട്ടിയുടെ വാണിജ്യതന്ത്രമല്ല, അതിൻ്റെ സൗന്ദര്യശാസ്ത്രവും അതിൻ്റെ കലാപരമായ സംവിധാനങ്ങളുമെല്ലാം ബീനയുടെ ചുമതലയിലാണ്. ആ പശ്ചാത്തലത്തിലൊന്ന് ചോദിച്ചോട്ടെ, പാവാടക്കാരിയായിരുന്ന കാലത്ത് ധാവണിയുടെ പ്രായത്തിൽ പിന്നീട് സാരിയുടെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തൻ്റെ കുടുംബത്തിൻ്റെ ഈ വിശാലമായ വസ്ത്രാലയം അത് സന്ദർശിക്കുകയും എങ്ങനെയായിരുന്നു അപ്പോഴുള്ള ഫീലിംഗ്, ആ തോന്നലുകൾ? ഇതാ എൻ്റെ മുന്നിൽ വസ്ത്രങ്ങളുടെ ഒരു വലിയ മഴവിൽ പ്രപഞ്ചം ഇവിടെ വാരി വിതറിയിരിക്കുന്നു, എനിക്ക് ഏത് തിരഞ്ഞെടുക്കണം, എൻ്റെ ദേഹത്തിന് എൻ്റെ സൗന്ദര്യബോധത്തിന് എന്ത് ചേരും? എങ്ങനെയായിരുന്നു ആ തീരുമാനങ്ങളൊക്കെ? വലുതായി തീരുമാനിക്കേണ്ടി വന്നിട്ടില്ല. ബിക്കോസ് ആസ് എ ചൈൽഡ്, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കടയിൽ പോവുക വളരെ ചുരുക്കമായിരുന്നു. എന്നെ അവിടെ പ്രതീക്ഷിക്കുന്നില്ല, ഞാൻ അവിടെ നിൽക്കാൻ എൻ്റെ പിതാവ് ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം വർഷത്തിലൊരിക്കൽ വന്നാൽ ഒരു 1-2 മണിക്കൂർ മാക്സിമം, അതായത് ഒരു 3/4 മണിക്കൂർ ഞാൻ പറഞ്ഞു വിടാമെങ്കിൽ ഒരു വർഷത്തെ തുണി നോക്കി പോയിക്കോണം, പിന്നെ ആ ഭാഗത്തോട്ട് കാണാൻ പാടില്ല. സോ ആ കടയും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും ഒരിക്കലും അതിൽ ഞാൻ ഉൾപ്പെട്ടിരുന്നില്ല. എൻ്റെ വിവാഹം ഞാൻ ഡിഗ്രി പാസ്സാകുന്നത് വരെ ഞാൻ കടയിൽ പോകാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞുള്ള കാര്യം വേറെ. പക്ഷെ അതുവരെ കട എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമേ ആയിരുന്നില്ല. തലനിറയെ മുല്ലപ്പൂ വെച്ച് നന്നായി മുടിയൊക്കെ പിന്നി ആ കാലത്തിനനുസൃതമായി എൻ്റെ അമ്മ അന്നത്തെ ഒരുക്കം അത് വേറെ തന്നെ. ഇന്ന് പൂവും പുഷ്പങ്ങളും ഒന്നും നമ്മുടെ മുടിയെ അലങ്കരിക്കാനില്ല. വിവിധ തരം പുഷ്പങ്ങളായിരുന്നു അന്ന്. എൻ്റെ ഭർത്താവ് തന്നെ എന്നോട് ചോദിച്ചിരുന്നു, യു ഹാവ് ദ റൈറ്റ് സെൻസ് ടു ഡ്രസ്. അദ്ദേഹം സാധാരണ ഞാൻ എന്ത് ധരിച്ചിരുന്നു എന്ന് പോലും പലപ്പോഴും അറിയാറില്ല, ശ്രദ്ധിക്കാറില്ല. കോഫി ടേബിൾ ബുക്ക് എന്നുള്ള ആ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ബീന കണ്ണൻസ് ബുക്ക് ഓഫ് ഇന്ത്യൻ സാരീസ് എന്ന് പറഞ്ഞ ഒരു വളരെ മനോഹരമായ ഒരു പുസ്തകം അല്ലേ ടൈംസ് ഗ്രൂപ്പ് പ്രസിദ്ധീകരിച്ചത്. ആ പുസ്തകത്തിൻ്റെ ആ ടൈറ്റിലിൽ തന്നെ സാധാരണ ഓത്തറുടെ അല്ലെങ്കിൽ ആ പുസ്തക കർത്താവിൻ്റെ പേര് പുസ്തകത്തിൻ്റെ പേരിൻ്റെ മേലെ അല്ലെങ്കിൽ ചോടെ, അല്ലാതെ ബീന കണ്ണൻ്റെ ഇന്ത്യൻ സാരികളെക്കുറിച്ചുള്ള പുസ്തകം, ആ നാമകരണം തന്നെ പ്രത്യേകമായിട്ടുള്ളതാണ്. ദർ ഈസ് എൻ എലമെൻ്റ് ഓഫ് ഒത്തൻറ്റിസിറ്റി യു ആർ അസൈനിങ് ടു ദി വെരി ബുക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ പുസ്തകത്തെക്കുറിച്ച് പറയാനല്ല ഇപ്പോൾ ഞാനത് ഉദ്ദേശിച്ചത്. 1000 ക്ഷേത്രങ്ങളുടെ നഗരം, നമ്മുടെ സംസ്കൃതിയെ നൂറ്റാണ്ടുകളായി അണിയിച്ചൊരുക്കിയ നിരവധി സാരികളുടെ നിർമ്മാണ കേന്ദ്രം. അവിടെ ശിവക്ഷേത്രത്തിന് തൊട്ട് മുന്നിലോ മറ്റോ ഒരു പൂക്കാരി, ആ പൂക്കാരിയിൽ നിന്ന് പൂ വാങ്ങാൻ വേണ്ടി ഉത്സാഹത്തോട് നിൽക്കുന്നതിനിടയിൽ അവരോട് കുശലം ചോദിക്കുന്ന ബീന, മുടി നിറയെ നേരത്തെ പറഞ്ഞതുപോലെ മുല്ലപ്പൂ ചൂടി നിൽക്കുന്നു. അടുത്ത പേജിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ആധുനികമായ കാറിൽ അതിൻ്റെ പിൻ സീറ്റിൽ ലാപ്ടോപ്പുകൾ, മറ്റ് പ്രൊഫഷണൽ എക്യുപ്മെൻ്റ് എന്ന് പറയാവുന്ന ജോലി ചെയ്യാനുള്ള ഉപകരണങ്ങൾ, വളരെ ഈസിയായി എന്ന് ഇംഗ്ലീഷിൽ പറയാമെങ്കിൽ അവിടെ ചാരിയിരിക്കുന്നു. രൂപം ഇളം നീല നിറത്തിലുള്ള ജീൻസ്, വെള്ള ടോപ്പ്. ഈ 2 ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം മതി ബീന കണ്ണൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ക്യാൻവാസ് അറിയാൻ. ഒരു ഭാഗത്ത് പഴമ, മറ്റൊരു ഭാഗത്ത് ഉൽഫുല്ലമായ പുതുമ. എങ്ങനെയാണ് ഇത് സമം ചേർക്കുന്നത്? ഹൗ ആർ യു ബാലൻസിങ്? മലയാളത്തിൽ എൻ്റെ ഭർത്താവ് തന്നെ എന്നോട് ചോദിച്ചിരുന്നു, യു ഹാവ് ദ റൈറ്റ് സെൻസ് ടു ഡ്രസ്. അദ്ദേഹം സാധാരണ ഞാൻ എന്ത് ധരിച്ചിരുന്നു എന്ന് പോലും പലപ്പോഴും അറിയാറില്ല, ശ്രദ്ധിക്കാറില്ല. ഞാനൊരു പുതിയ മാലയിട്ടു അല്ലെങ്കിൽ പുതിയൊരു കമ്മലിട്ടു എങ്കിൽ പോലും പുള്ളി അത് അത്ര ശ്രദ്ധിക്കാറില്ല, അതിനെക്കുറിച്ച് ഒരു അഭിപ്രായവും പ്രകടിപ്പിക്കാറുമില്ല.
സോ അത് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നുമില്ല. പക്ഷേ ഒരിക്കലും വളരെ വളരെ ലേറ്റ്ലി, ലൈക്ക് ഒരു കല്യാണത്തിന് ഒരു 10-15 വർഷം കഴിഞ്ഞാണ് അദ്ദേഹം ഇത് പറയുന്നത്. യു ഹാവ് എ വെരി റൈറ്റ് വേ ഓഫ് ഡ്രസ് സെൻസ്. എവിടെ എന്ത് ധരിച്ച് പോകണം എന്നുള്ള വളരെ കൃത്യമായ ഒരു ധാരണ നിനക്കുണ്ട്. അദ്ദേഹം MA ലിറ്ററേച്ചറാണ്. ഇന്നത്തെ കമ്പ്യൂട്ടർ ഒക്കെ അദ്ദേഹം തന്നെ മുഴുവനും പ്രോഗ്രാം സെറ്റ് ചെയ്ത് ഒക്കെ ആണ് കമ്പ്യൂട്ടർ സിസ്റ്റംസ് തന്നെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അത്രയധികം ബുദ്ധിയുള്ള വെൽ റെഡ് പേഴ്സൺ ആണ് അങ്ങനെ. സോ അദ്ദേഹം ഇങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞപ്പോൾ ഞാനൊന്ന് നോക്കി. അതിൽ പരം ഞാനൊന്നും പറഞ്ഞില്ല, അത് ലെഫ്റ്റ് ഇറ്റ് അറ്റ് ഇറ്റ്. സോ ഇത് സ്വായത്തമായി അവരവരുടെ രക്തത്തിൽ കലർന്ന ഒരു ശീലമോ ഭാവമോ ഭാവനയോ ആകാം. അല്ലെങ്കിൽ എൻ്റെ അമ്മ വളരെയധികം മോഡേൺ ആയിരുന്നു അപ്പോഴും. സോ മോഡേൺ ഡ്രസ്സ് അന്ന് തന്നെ എൻ്റെ സെറ്റ് ഓഫ് കളക്ഷൻസിൽ ഉണ്ടായിരുന്നു. സോ കോളേജിൽ 3 വർഷം സാരിയാണ് ഉടുത്തിരുന്നത്. 3 വർഷമല്ല, ലാസ്റ്റ് 1 വർഷം കോളേജിൽ സാരിയാണ് ഉടുത്തിരുന്നത്, 3rd ഇയർ മാത്രം. സോ സാരിയും അറിയാം, മോഡേൺ ഡ്രസ്സും അറിയാം. സോ ഐ എം വൈൽഡ്ലി ട്രാവൽഡ്, എല്ലാ ലോകം മുഴുവനും സഞ്ചരിച്ചിട്ടുണ്ട്. ഓരോ സ്ത്രീകളിലെയും കാണുമ്പോൾ നമുക്ക് തോന്നും സോ ഇങ്ങനെയും പറ്റും എന്നുള്ളതും അവരുടെ ശുഷ്കാന്തിയും വേഗതയും അവരുടെ രീതിയും ഒക്കെ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. സോ അപ്പോൾ ഇങ്ങനെയും പറ്റും. മൈ ചൈൽഡ് എന്ന് പറഞ്ഞൊരു ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു സ്ത്രീയുടെ ചിത്രം, ഒപ്പം 3 കുട്ടികളുടെയും. ഞാൻ എൻ്റെ ഡെലിവറിക്ക് മുമ്പായി കുട്ടികളെ വളർത്തുന്നതും ഡെലിവറിയും അതിൻ്റെ ശാസ്ത്രങ്ങളും പഠിക്കാനായി എടുത്തൊരു ബുക്കാണത്. സോ അതിൻ്റെ ഫ്രണ്ട് പേജ് ഇത് കണ്ടിട്ട്, അപ്പം ഒപ്പം 3 കുട്ടികളുണ്ട്. 3 കുട്ടികൾക്ക് ശേഷം ഒരു സ്ത്രീ ഇങ്ങനെയും ഇരിക്കാമോ എന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം തല കുലുക്കിയിട്ടുമുണ്ട്. അധികം വർത്താനം പറയില്ല അദ്ദേഹം. സോ പതുക്കെ തല കുലുക്കിയിട്ടുണ്ട്. അപ്പം ഓക്കെ, അദ്ദേഹം തല കുലുക്കി. അപ്പോൾ എങ്ങനെയും പറ്റും. സോ ദാറ്റ് വാസ് എൻ ഇൻസ്പിറേഷൻ. അതായിരുന്നു എൻ്റെ ഒരു പ്രചോദനം. അങ്ങനെ 3 കുട്ടികൾ. യെസ്. അവരുടെ പേര് ഗൗതം, തുഷാര ആൻഡ് വിഷ്ണു. ഗൗതം വിവാഹിതനായി. ഭാര്യയുടെ പേര് അതിഥി. ശരി. ഏറെ സംസാരിക്കാത്ത എങ്കിലും എന്നും ഊഷ്മളമായ പ്രചോദനവും ശക്തിയുമായിരുന്ന ജീവിത പങ്കാളിയെക്കുറിച്ച് ബീന സംസാരിക്കുമ്പോൾ ആധുനിക സ്ത്രീത്വത്തിന് ഏറെ അതിൽ നിന്ന് പോലും പ്രചോദനം ഉൾക്കൊള്ളാനുണ്ട്. പ്രേക്ഷകരോടായാൽ പോലും സംഭവിച്ചതൊന്നും ഏറ്റുപറയുന്നില്ല. ഇപ്പോൾ എത്രത്തോളം കണ്ണൻ ഇപ്പോഴും ബീനയുടെ ഹൃദയത്തിൽ സാന്നിധ്യമായുണ്ട്, ശക്തിയായുണ്ട്, പ്രചോദനമായുണ്ട്. അദ്ദേഹമായിരുന്നു എന്നെ ബിസിനസ്സിൽ ഞാൻ ഇന്ന് എന്താണോ അവിടെ എത്താൻ വളരെയധികം എന്നെ പ്രചോദിപ്പിച്ചത്, എത്തിച്ചത്, അതിന് വഴി ഒരുക്കിയത്. പലയിടത്തും സ്വാതന്ത്ര്യം തന്നിരുന്നു. പല സാഹചര്യങ്ങളിലും കടയിൽ തന്നെ പല ഏരിയയിൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. കുട്ടികളുടെ നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ തെറ്റ് ചെയ്യുമ്പം ചോദിക്കും, നീ എന്തിനാണ് പുതിയതൊക്കെ ആവശ്യമില്ലാതൊക്കെ വാങ്ങിച്ചിടുന്നുണ്ടല്ലോ, ചോദ്യമൊന്നുമില്ലേ എന്ന് ചോദിക്കും. സോ അപ്പോൾ പുതിയത് വരുമ്പോൾ, പുതിയ തുണിത്തരങ്ങൾ വരുമ്പോൾ ചെന്ന് ചോദിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. സോ അന്നേരം ചെന്ന് ചോദിക്കും, അതിൻ്റെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് അതിനനുസരിച്ച് നടക്കുക. ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഇല്ലാത്ത ഒരു കാര്യം, ഭർത്താവിനെ അനുസരിച്ചും റെസ്പെക്റ്റ് ചെയ്തും ഒക്കെ തന്നെ നടക്കണം. ഞങ്ങളുടെ വീട്ടിൽ അതൊക്കെ വളരെ നിർബന്ധമായിരുന്നു. അദ്ദേഹത്തിന് എന്ത് വേണോ, ഒരു വെജിറ്റേറിയനായിരുന്നു ഞാൻ, നോൺ വെജ് കുക്ക് ചെയ്ത് വരെ കൊടുക്കുമായിരുന്നു. സോ അതൊക്കെ വളരെ മുഖ്യമായിരുന്നു വീട്ടിൽ. ഭർത്താവിനെ റെസ്പെക്റ്റ് ചെയ്യണം, അദ്ദേഹം പറയുന്നത് കേൾക്കണം, അതിനനുസരിച്ച് നടക്കണം. സോ ആ രീതിയിൽ അതിന് മുകളിൽ നടക്കാൻ ഞങ്ങളെ ഒട്ടും അനുവദിച്ചിരുന്നുമില്ല. സോ വി ഹാവ് ടു ബി ദെയർ. അദ്ദേഹത്തിന് തൊട്ട് താഴെ അദ്ദേഹത്തിന് ഒരു തുണയായി അദ്ദേഹം പറയുന്നത് കേട്ട് അദ്ദേഹത്തിനനുസരിച്ച് പോകണമെന്നായിരുന്നു ഞങ്ങളുടെ കൾച്ചർ. ഞങ്ങളെ പഠിപ്പിച്ചിരുന്നതും ഞങ്ങളെ നയിച്ചിരുന്നതും അങ്ങനെയാണ്. സോ അതിൻ്റേതായ ലിമിറ്റേഷൻസും എനിക്കുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് സ്പീഡ് കൂടുതലാണ്. അത്ര സ്പീഡിൽ ചിലപ്പോൾ പുള്ളി വരില്ല. സോ ആ ഒരു സ്പീഡ് എനിക്ക് എടുക്കാനും അന്നത്ര സാധ്യമായിരുന്നില്ല. ബിക്കോസ് എനിക്ക് അങ്ങനെ ഉണ്ട് സ്പീഡെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആ വേഗതയ്ക്കൊരു പലപ്പോഴും എനിക്ക് ശരി വാരണാസിയിൽ പോകണം, ബാംഗ്ലൂർ പോകണം സാരി നോക്കാൻ എന്ന് പറയുമ്പോൾ ശരി ആവട്ടെ, 2 മാസം കഴിയട്ടെ, 1 മാസം കഴിയട്ടെ എന്നതായിരുന്നു പലപ്പോഴും ഉത്തരം. സോ അങ്ങനെ വരുമ്പോൾ
നമ്മൾ വിചാരിക്കുന്ന കാര്യം വിചാരിക്കുന്ന വേഗതയിൽ പോവുക ബുദ്ധിമുട്ടായിരുന്നു. എനിക്കതനുസരിച്ചേ പോകാൻ സാധിച്ചിരുന്നുള്ളൂ. സോ അന്ന് അതിനനുസരിച്ചാണ് ഞാൻ പോയിക്കൊണ്ടുവരുന്നത്. ഇതൊരു ദിവസം വരുമെന്നറിയാമായിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹത്തിന് അവസാന ദിവസം വരെ ഞാൻ ആയുർവേദം ഉൾപ്പെടെ മരുന്ന് എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ കലക്കി അന്ന് രാവിലെയും ഞാൻ കൊടുത്തിരുന്നു. സോ ഐ വാസ് ഫൈറ്റിംഗ് ടു ദ ലാസ്റ്റ്. ഡോക്ടർമാർ തന്നെ എണീറ്റ് നിന്ന് സലാം അടിക്കുമായിരുന്നു പല ഒക്കേഷനിലും. ഇത്തരം അഭിമുഖ സംഭാഷണങ്ങളിൽ മുന്നിലിരിക്കുന്ന അതിഥിയുടെ മനസ്സിലേക്കോ അനുഭവങ്ങളിലേക്കോ ആഴ്ന്നിറങ്ങാൻ ഞങ്ങൾ ശ്രമിക്കാറില്ല. പക്ഷേ ഭാരതീയ സ്ത്രീത്വത്തിന് ബീന കണ്ണൻ എന്ന ആ ഒരു വലിയ പ്രചോദനം എന്താണെന്ന് പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടി മാത്രം ഞാനൊന്ന് ചോദിച്ചോട്ടെ. ആകസ്മികമായുണ്ടായ ആ വിയോഗവുമായി പൊരുത്തപ്പെടാൻ എത്രത്തോളം സമയമെടുത്തു? എത്രത്തോളം പ്രയാസകരമായി തോന്നി? എങ്ങനെയാണ് പുതിയ ജീവിതത്തിൻ്റെ തലങ്ങളുമായി ബന്ധപ്പെട്ടത്? ഇപ്പോഴും എപ്പോഴും എന്നും കൂടെയുണ്ടെന്നറിയാം. പക്ഷേ വേർപാട് തളർത്തിയോ? എങ്ങനെയാണ് അതിൽ നിന്ന് മുക്തയായത്? ഒരു ചെറിയ തിരുത്ത്. ആകസ്മികം എന്നുള്ളത് അല്ല. ബിക്കോസ് ഒരു 15 വർഷം ഇതൊരു ക്യാൻസർ രോഗമാണ്, ഇതിൽ നിന്ന് നമുക്ക് മുക്തിയില്ല എന്നുള്ളത് ഒരു 15 വർഷമായി അറിയാമായിരുന്നു. സോ ഇന്നത്തെ കണ്ടീഷനല്ല. അന്ന് ഇത് പുറത്തു പോയി പറയാനും ആരുടെയും സിമ്പതി പിടിച്ചു പറ്റാനും തീരെ താല്പര്യമില്ല. അപ്പോൾ വളരെ സന്തോഷമായി നടക്കുന്ന ഒരു യൗവനം, ചെറുപ്പകാലം, 26-28 വയസ്സ്, 28 to 36 അതായിരുന്നു പീരീഡ്. സോ 28 വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ കല്യാണം കഴിച്ച് ഇങ്ങോട്ടൊന്ന് വന്നതേ ഉള്ളൂ. സോ അങ്ങനെയുള്ള സമയത്ത് എൻ്റെ മോക്ക് 6 മാസം പ്രായം. ആ സമയത്താണ് രോഗം നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പോൾ അന്ന് തുടങ്ങിയ കരച്ചിലാണ്. അതൊരു 87 തൊട്ട് 2000 വരെ ഒരു 13 കൊല്ലം നിർത്താതെ കരഞ്ഞിട്ടുണ്ട്, ധാരാളം കരഞ്ഞിട്ടുണ്ട്. സോ ധാരാളം സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്നും എന്ന പോലെ രോഗം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരിക്കലും സമൂഹത്തോട് ഇതിനെക്കുറിച്ച് അന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് ലോകം കുറേ പുരോഗമിച്ചു, പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആരോടും സംസാരിച്ചിട്ടില്ല. സോ ദൈവാനുഗ്രഹിച്ച് കുടുംബത്തിൽ എൻ്റെ ബ്രദർ ഇൻ ലോ ഹു ഈസ് എ ഡോക്ടർ, ഹീ നോസ് ഇറ്റ്. എൻ്റെ അച്ഛൻ, അമ്മ, ഓഫ് കോഴ്സ് കണ്ണൻ്റെ അമ്മ. ഇതിൽ കൂടുതൽ ഒരു ഫ്രണ്ട്, അതിൽ കൂടുതലൊന്നും ആർക്കും അറിയില്ല. ഫോർ മോർ ദാൻ 13 ഇയേഴ്സ്. 12 കൊല്ലം, ലാസ്റ്റ് ഒരു കൊല്ലം എല്ലാവർക്കും അറിയാം, അതുവരെ ആർക്കും അറിയില്ല. ഞങ്ങൾ സുഖമായി ഇവിടുന്ന് ഓരോ മാസവും വേണ്ടിയ കീമോതെറാപ്പി ഡ്രിപ്സിന് പോകും. ഒരു ഡേ സ്കോളർ മാരി കയറി ഡ്രിപ്സ് മരുന്ന് എടുത്തിട്ട് തിരിച്ചു വരും. വളരെ 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 ടെൻഷനായിരുന്നു, വളരെ വളരെ കംപ്രസമായിരുന്നു, ഒരുപാട് വിഷമമുള്ള സമയങ്ങളായിരുന്നു. ബിക്കോസ് ഒരിക്കലും ഒരു ടെസ്റ്റ് നമ്മൾക്ക് മൾട്ടിപ്പിൾ മൈലോമ വാസ് എ ഡിസീസ്. ഒരു ആശുപത്രി, അതായത് ഒരു ക്ലിനിക്, രക്തം പരിശോധിക്കുന്ന ലാബറട്ടറി 4 കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് വരണം എന്ന് ഡോക്ടർമാർ ആവശ്യപ്പെടുമ്പോൾ 4 സ്ഥലത്തും 4 റിപ്പോർട്ട്. അങ്ങനെ ഒന്നല്ല, ഒന്നിൽ പല പ്രാവശ്യം എപ്പോഴും. അപ്പോൾ ആദ്യം നിർണ്ണയിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. 2 മാസം അദ്ദേഹം ഇവിടെ ബെഡിൽ കിടന്നു. സോ എൻ്റെ ബ്രദറിനിലോ വന്നേയില്ല. ഞാൻ ചോദിച്ചു, എന്താ അളിയൻ ഇതുവരെ ഇങ്ങോട്ട് വരാഞ്ഞത്? ബിക്കോസ് ഇദ്ദേഹം ഇങ്ങനെ ഹീ സിക്ക് ആൻഡ് വാട്ട് ഇസ് വൈ ആർ യു നോട്ട് കമ്മിങ്? സോ അന്നേരമാണ് ബീന ഡു ദിസ് എക്സ്റേ, ഡു ദിസ് ബ്ലഡ് ടെസ്റ്റ് ആൻഡ് ഗെറ്റ് ബാക്ക് ടു മീ. TB ആവണേ എന്ന് വളരെ വിഷമത്തോടുകൂടിയും ആഗ്രഹത്തോടുകൂടിയും പ്രാർത്ഥിച്ചപ്പം അവിടുന്ന് ദൈവം കൈവിട്ടു. TB അല്ലായിരുന്നു, ക്യാൻസറായി. എക്സ്റേ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, യുവർ വെർട്ടിബ്ര ഈസ് ഗോൺ. ബിക്കോസ് എനിക്ക് എത്ര അറിയാമെന്ന് എനിക്കറിയില്ല, മെഡിസിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അളിയും വന്നില്ല, വെർട്ടിബ്ര ഈസ് ഹാവിങ് എ പ്രോബ്ലം എന്ന് അങ്ങനെ പറഞ്ഞു. സോ പിന്നെ ഇവിടുന്ന് ഞങ്ങൾ മദ്രാസിൽ പോയി. അദ്ദേഹം ഹി വാസ് നോട്ട് സപ്പോസ് ടു ഗെറ്റ് അപ്പ് ഫ്രം ബെഡ് ഫോർ മോർ ദാൻ 2 months. അപ്പോൾ രാവിലെ ഇദ്ദേഹം എന്നും എണീറ്റ് നിൽക്കും. ഞാൻ രാത്രി മോളെ ഫീഡ് ചെയ്യാനും മറ്റുമായി അളിയൻ്റെ വീട്ടിലേക്ക് പോകും. പകൽ മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ മോളെ ഫീഡിങ് ഒക്കെ നടക്കുന്നത് രാത്രിയാണ്. സോ രാവിലെ 5:30 ഇദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്കായി വരുന്ന സമയത്ത് ഇദ്ദേഹം എണീറ്റ് നിൽക്കും. ഏയ് ഹൗ ആർ യു ഓൺ ടോസ്, യു ആർ നോട്ട്, നിങ്ങൾ എണീക്കാൻ പാടില്ലല്ലോ, എണീറ്റ് നിൽക്കുന്നല്ലോ. ഉത്തരവൊന്നും കാണില്ല. സോ അപ്പോൾ ഇദ്ദേഹം പാരാലിറ്റിക്കായിട്ട് കിടന്നു പോകുമോ എന്നുള്ള ഭീതി.
അദ്ദേഹം എണീറ്റ് വരാൻ പറ്റുമെന്ന് അറിഞ്ഞത് തന്നെ 6 മാസം. ഒരു ടെസ്റ്റിനായിട്ട് ലാബിലേക്ക് കയറ്റിക്കൊണ്ട് പോകുമ്പോൾ, അത് വെർട്ടിബ്രായിൽ നിന്ന് ഫ്ലൂയിഡ് എടുത്ത് ക്യാൻസർ ഡിറ്റക്ഷൻ ടെസ്റ്റാണ്. ആ ടെസ്റ്റിന് വേണ്ടി കയറ്റുമ്പോഴും വിങ്ങി വിങ്ങി കരയുന്ന ഞാൻ, സോ ഏങ്ങലടിച്ചാണ് കരയുന്നത്. സംഗതി ടെസ്റ്റിനാണ് കേട്ടിയിരിക്കുന്നത്, നമുക്കറിയില്ല ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. സോ അന്ന് എനിക്ക് കൺട്രോളൊന്നുമില്ല. ആകെപ്പാടെ ഉള്ളത് ഒരു ഭർത്താവ്. അദ്ദേഹം പോയി കഴിഞ്ഞാൽ എങ്ങനെയാകും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയുമില്ല. അന്നും അതത്ര ഈസി ആയിട്ട് എടുക്കാനൊന്നും അന്ന് പറ്റില്ലായിരുന്നു എന്നെ കൊണ്ട്. അത് ഇന്ന് വിചാരിച്ചാൽ പറ്റും, പക്ഷെ എങ്ങനെയാണ് ഏതായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അതിൽ നിന്ന് എങ്ങനെയാണ് മുക്തയായത്? എന്താണ് അതിന് പ്രേരകമായി വന്നത്? ശക്തമായ ഒരു യുദ്ധം വേണ്ടി വന്നു പോകും മനസ്സിൽ. ഇല്ല, ഞാൻ മുന്നോട്ട് നീങ്ങും. അതാണ് പ്രേക്ഷകരായ വനിതകൾക്ക് പ്രത്യേകിച്ചും കേൾക്കുവാൻ താല്പര്യം. താങ്കൾ പറഞ്ഞ ഈ യുദ്ധം അത് എൻ്റെ ഉള്ളിൽ ഒരു 10 വർഷമായി ഉണ്ടായിരുന്നു. സോ ഒരു അവസാനത്തെ ഒരു 8 കൊല്ലം ഒരു ഈസിയോ ഒരു ജോക്കോ ഒന്നുമല്ലാതെ. സോ എന്നും കുളിക്കുമ്പോൾ തൊട്ട് എപ്പോഴും ഞാൻ വളരെ പഥ്യമായിട്ട്, നീ തനിയാണ് ഇനി ജീവിക്കാൻ പോകുന്നത്, നീ തനിയെ ജീവിക്കാൻ നീ പഠിക്കണം എന്ന് എന്നെ തന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സ്ഥായിയായ ഒരു ശ്രമം ചെറുതായിട്ടെങ്കിലും നടക്കുന്നുണ്ടായിരുന്നു. സോ ഇതൊരു ദിവസം വരുമെന്നറിയാമായിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹത്തിന് അവസാന ദിവസം വരെ ഞാൻ ആയുർവേദം ഉൾപ്പെടെ മരുന്ന് എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ കലക്കി അന്ന് രാവിലെയും ഞാൻ കൊടുത്തിരുന്നു. സോ ഐ വാസ് ഫൈറ്റിംഗ് ടു ദ ലാസ്റ്റ്. ഡോക്ടർമാർ തന്നെ എണീറ്റ് നിന്ന് സലാം അടിക്കുമായിരുന്നു പല ഒക്കേഷനിലും. ഞാൻ കടയിലായിരിക്കുന്ന പല സമയത്തും ഒരു സൈഡിൽ ഞാൻ തിരുപ്പൂരിൽ നിന്ന് എങ്ങനെ നമുക്ക് കുറഞ്ഞ തുണിത്തരങ്ങൾ വാങ്ങാം എന്ന ആലോചനയും അതിൻ്റെ ഡിസ്കഷനും അവിടെ ആ സമയത്ത് 80കളിൽ അവിടെ ചെന്ന് പറ്റാനും ബില്ല് കിട്ടാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വി ആർ ഒതൻറ്റിക് ഡീലേഴ്സ്. സോ ഇദ്ദേഹത്തിന് ICU കയറ്റിയിട്ട് ഞാൻ ഓടി നാട്ടിൽ വന്ന് നാട്ടിലെ ബിസിനസ് കാര്യവും മക്കളുടെ കാര്യവും നോക്കിയിട്ട് തിരിച്ചു പോകും. ബിക്കോസ് 2-2.5 മാസം അവസാനമൊക്കെ ഞങ്ങൾ മദ്രാസിൽ ആയി പോകുമ്പോൾ തീർച്ചയായും ഈ സ്വാനുഭവത്തിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചതും ഈ അനുഭവങ്ങൾ നമ്മുടെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഭർത്താക്കന്മാരുടെ വിയോഗത്തിന് ശേഷം, പ്രത്യേകിച്ചും ദീർഘകാലത്തെ രോഗബാധയ്ക്ക് ശേഷം ഒക്കെ പലരും തളർന്നു പോകുന്നു. പലരും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗങ്ങൾ വിടുന്നു. അല്ല, നിശ്ചയദാർഢ്യത്തോടു കൂടി ഉറച്ചു നിൽക്കൂ, നമുക്ക് പിടിച്ചു നിൽക്കാം, മുന്നോട്ട് പോകാം എന്നുള്ള ബീനയുടെ ജീവിത സാക്ഷ്യം അവരുടെ മുമ്പിൽ വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഇത്ര നേരം ഈ ചോദ്യം ചോദിച്ചത്. മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക.